എടാ സംഭവം സ്റ്റോറി ഇട്ടു, പക്ഷെ അതിൽ ആവശ്യപ്പെടാത്ത എന്തോരം വർക്ക് കിട്ടി കാണും. പിന്നെ ഈ ഊമ്പിത്തരം എൻ്റെ അടുത്ത് വന്ന് പോയിക്കണം. ഊമ്പിത്തരം എന്നെല്ലാം പറയുന്നത് എടാ മുത്തേ, ഞാനൊരു കാര്യം പറ്റേ ഇതിന്റെ അല്ല ഇത് ഞാൻ പ്രോപ്പർ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തായിരുന്നു അന്നത്തെ പ്രശ്നം? സാഹിബിന്റെ അക്കൗണ്ടിന് പറ്റിയ പ്രശ്നം സാഹിബിന്റെ അക്കൗണ്ട് ഒരു ദിവസം ബാനായി. അത് തിരിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ കമ്പനീനെ ഏൽപ്പിച്ചു. അതിന് ഒരു പേയ്മെന്റ് ഉണ്ട്. നോർമലി മേടിക്കുന്നത് 70K. പുറത്ത് ഞാൻ വിട്ടു പറഞ്ഞു, പുറത്ത് ഏണെങ്കിലും 5000 റുപ്യ വെച്ചാൽ ഒരാളും ചെയ്യില്ല. ഒരു അക്കൗണ്ട് എടുക്കാൻ 2 ലക്ഷം. നിന്റെ അന്ന് പോയപ്പോ എത്ര? 1.5 lakh അല്ലേ? എന്റെ അന്ന് ഒരു ബാന് മാറ്റാൻ വേണ്ടി 1.5 ലക്ഷം റുപ്യ പോയത്. ഇവന്റെ ടോട്ടൽ ശരിക്കും മേടിക്കുന്നത് 2-3 മേടിക്കാം. പുറത്ത് അങ്ങനെ അല്ല, എന്നാലും ഇവന്റെ ആ വർക്കിന് എത്ര ഉണ്ടാവും? ഉറപ്പായിട്ട് 1 lakhന്റെ മേലുണ്ട്. അപ്പൊ 70 ഞാൻ ഇവന്റെ പൈസ പറഞ്ഞില്ല. എന്റെ ഇവന് പൈസന് കുറെ പ്രശ്നം. ഏറ്റവും കുറഞ്ഞത് എടുക്കാൻ 60-70. അതിന്റെ ഒരാൾ എടുത്തു കൊടുക്കൂല, കിട്ടുകയും ചെയ്യില്ല. അതായത് 60,000-70,000 കോസ്റ്റ് വരുന്ന വർക്ക് സാഹിബിന് ചെയ്തു കൊടുത്തു. അതിന്റെ പൈസ എത്ര ആണെന്ന് നീ പറഞ്ഞത്? 5,000 റുപ്യക്ക് ആ വർക്ക്. അത് എനിക്കല്ല, വർക്ക് ചെയ്ത വർക്കേഴ്സിന്റെ എമൗണ്ട് മാത്രം. ഒന്നും എനിക്ക് എടുക്കാണ്ട് വർക്ക് ചെയ്യാൻ ഒരു എമൗണ്ട് ആവുമല്ലോ. വാട്ടെവർ ഞാൻ പറയുന്നത്, വർക്ക് ചെയ്ത പൈസ കൊടുക്കാണ്ടായിരുന്നു. അതിന് പകരമായിട്ട് സായിപ്പ് സ്റ്റോറി ഇട്ട് കൊടുത്തു. അത് നല്ല കാര്യം, സായിപ്പ് ചെയ്തത് പ്രോപ്പറായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ സ്റ്റോറി ഇടണോ വേണ്ടയോ എന്ന് ഇവനോട് ചോദിക്കായിരുന്നു, മനസ്സിലായി? കാരണം ഇവന് ഓൾറെഡി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് സായിപ്പിനെക്കാളും നല്ലൊരു മീൻസ് നല്ലതല്ല, സായിപ്പിന്റെ പോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആളായ ഞാൻ ഉണ്ട്, മനസ്സിലാവും? ഇവന്റെ ആവശ്യത്തിനുള്ള സ്റ്റോറികൾ ഇതുവെല്ലാം ഇപ്പം ഇവന്റെ പാർട്ട്ണർഷിപ്പുള്ള അല്ലെങ്കിൽ ഇവന്റെ ഫ്രണ്ട്സിന്റെ ആയാലും ഈ PUBG സ്റ്റോറുകൾ, ഇങ്ങനത്തെ ബിസിനസ് സാധനങ്ങൾ ഇതെല്ലാം എൻ്റെയിലാണ് സ്റ്റോറി ഇടുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഓൾറെഡി അങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ ഒരു സ്ഥലമുള്ള സ്ഥിതിക്ക് എന്തിന് സായിപ്പിന്റെ സ്റ്റോറി ഇവൻ എന്തിനു ആവശ്യം? അതിന്റെ ആവശ്യമില്ല ഇവന്, അല്ല അതിന്റെ ആവശ്യമില്ല. അപ്പോൾ സായിപ്പ് ഇവിടെ വന്ന പ്രശ്നം എന്ന് വെച്ചാൽ സായിപ്പ് ചോദിച്ചില്ല. സായിപ്പ് എടാ മോനെ, നിങ്ങൾക്ക് പൈസക്ക് പകരം സ്റ്റോറി ഇട്ടാൽ തന്നാൽ മതിയോ എന്ന് സായിപ്പ് ചോദിക്കായിരുന്നു. അപ്പം ഇവൻ സംസാരിക്കായിരുന്നു, ചോദിക്കാണ്ട് നേരെ സ്റ്റോറി ഇട്ടാ. അവിടെയാണ് പ്രശ്നം വന്നുള്ളൂ. അതിപ്പോൾ രണ്ടാളെയും ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല. ഓക്കെ, ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഇവനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ വേറൊരു പാർട്ട്ണറുണ്ട്, ഇവരിരുന്ന് സംസാരിക്കുന്ന കണ്ടു ഇങ്ങനെ. അപ്പോൾ പിള്ളേരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സായിപ്പ് പൈസ തന്നില്ല, പൈസ തരാണ്ട് അതൊന്ന് തൊപ്പിയൊന്ന് ചോദിച്ച് മേടിച്ചു തരുമോ അങ്ങനെ എന്നോട് ചോദിച്ചു, മനസ്സിലാവും? അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കോൾ ചെയ്ത സ്ഥിതിക്ക് വെറുതെ അതിൻ്റെ കാര്യം എടുത്ത് ഇട്ടുന്നുള്ളൂ. അല്ലാണ്ട് അത് വേണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാര്യമില്ല, ആ പൈസ വേണമെങ്കിൽ ഞാൻ കൊടുത്ത് ഇതിന് ഞാൻ കൊടുത്തോളാം, മനസ്സിലാവും? അങ്ങനെ